IAS ഉദ്യോഗസ്ഥരുടെ കൂട്ടാവധി സമരം പിൻവലിച്ചു. സമരം ശരിയല്ലെന്നും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും മുഖ്യമന്ത്രി. വിജിലൻസ് അന്വേഷണത്തിൽ ഇടപെടില്ലെന്ന് ഉദ്യോഗസ്ഥരോട് പിണറായി വിജയൻ. കൂട്ടാവധി സർക്കാരിനെതിരായ നീക്കമല്ലെന്ന് IAS അസോസിയേഷൻ. തൃശൂർ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ വ്യാപക പ്രതിഷേധം. പ്രതിഷേധ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾ കോളേജ് ഓഫീസ് അടിച്ചു തകർത്തു. മരണത്തിന് ഉത്തരവാദികൾ കോളേജ് അധികൃതരെന്ന് ബന്ധുക്കൾ. നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മനുഷ്യാവകാശ പ്രവർത്തകൻ നദീറിന്റെ കേസിൽ മലക്കം മറിഞ്ഞ് പോലീസ്. നദീറിനെതിരെ UAPA ചുമത്തി. ആറളം കേസിൽ 4-ാം പ്രതിയാക്കി ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട്. നിലമ്പൂരിലെ മാവോയിസ്റ്റ് വേട്ട ദൗർഭാഗ്യകരമെന്ന് MA ബേബി. ഒളിപ്പോര് നടത്തുന്നവരെ വെടിവെച്ചു കൊല്ലുന്നത് ശരിയല്ലെന്നും വിമർശം. മുസ്ലിം ലീഗിനെതിരെ സമസ്ത തുറന്ന പോരിന്. തീവ്രവാദത്തെ ന്യായീകരിക്കാൻ സമസ്തയെ ബലിയാടാക്കുന്നത് അനുവദിക്കില്ലെന്ന് നേതാക്കളുടെ സംയുക്ത പ്രസ്താവന. ലീഗ് ക്യാമ്പയിനെ പിന്തുണച്ച് സമസ്ത ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ചന്ദ്രികയിൽ വന്ന ലേഖനം താൻ എഴുതിയതല്ലെന്ന് ആലിക്കുട്ടി മുസ്ലിയാർ. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കൂട്ടാവധിക്ക് അപേക്ഷ നൽകിയ IAS ഉദ്യോഗസ്ഥരോട് കടുത്ത നിലപാട് സ്വീകരിച്ച സർക്കാർ. സമരം ചെയ്ത് സർക്കാരിനെ വഴിപ്പെടുത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഇതോടെ സമരത്തിൽ നിന്ന് IAS അസോസിയേഷൻ പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. കൂട്ടാവധിയെടുക്കാനുള്ള തീരുമാനം സർക്കാരിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കരുതെന്ന വിശദീകരണവുമായി IAS അസോസിയേഷൻ പിന്നീട് രംഗത്തെത്തി. IAS ഉദ്യോഗസ്ഥർ വെല്ലുവിളിക്കുന്നുവെന്ന വികാരമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പരസ്യ നിലപാടെടുത്തു. സമരരൂപം പ്രഖ്യാപിച്ച് സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ രൂപത്തിൽ വഴിപ്പെടുത്താം എന്ന ഉദ്ദേശം അതിനു പിന്നിലുണ്ടെങ്കിൽ അതിനിപ്പോൾ സർക്കാർ തയ്യാറല്ല. ചീഫ് സെക്രട്ടറി SM വിജയാനന്ദും 7 അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുമാണ് മുഖ്യമന്ത്രിയോട് പരാതി പറയാനെത്തിയത്. നിലപാട് കടുപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി ചില ഉദ്യോഗസ്ഥരെ പേരെടുത്ത് വിമർശിച്ചു. IASകാർ സമര തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ സർക്കാരിനും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകി. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല എന്നത് ഇന്നെന്നെ കാണാൻ വന്ന IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സമരരൂപം സ്വീകരിച്ചതിന് ന്യായീകരണവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെ കൂട്ടവധിയെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ മനസ്സില്ലാ മനസ്സോടെ പിന്നോട്ടു പോയി. പക്ഷേ ചെറിയ പ്രശ്നങ്ങളുള്ള ഫയലുകളിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞാലും ഒപ്പിടില്ലെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണ സംഭവങ്ങളാണ് നടക്കുന്നത്. ഭരണസ്തംഭനം അടക്കമുള്ള വലിയ പ്രശ്നമായി ഇത് മാറാനാണ് കൂടുതൽ സാധ്യത. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ്, മീഡിയ 1. IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നിലപാട് സർക്കാർ കടുപ്പിച്ചപ്പോൾ വിജയിച്ചത് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് കൂടിയാണ്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടോം ജോസിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത ഫയലിൽ മുഖ്യമന്ത്രി ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം വിജിലൻസ് സർക്കാരിന് മുന്നിൽ ഉടൻ വയ്ക്കും. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏത് മുതിർന്ന IAS ഉദ്യോഗസ്ഥനെതിരെയും നടപടിയെടുക്കാനുള്ള ലൈസൻസാണ് സർക്കാർ നിലപാടിലൂടെ വിജിലൻസിന് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ KM എബ്രഹാം, ടോം ജോസ്, പോൾ ആന്റണി എന്നിവർക്കെതിരായ അന്വേഷണം കൂടുതൽ ശക്തമാക്കും. IAS അസോസിയേഷൻ പ്രമേയം പാസാക്കി ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ ജേക്കബ് തോമസിനെതിരെ ഒരു പരാതിയും മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടില്ല. ഇതുമൂലം വിജിലൻസ് ഡയറക്ടർക്കെതിരായ ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുമില്ല. ഈ വിജിലൻസ് ഡയറക്ടർ ആകുന്നതിന് മുൻപ് തന്നെ ചില കേസുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അന്വേഷണം നടന്നിരുന്നു. അത് വിജിലൻസ് അന്വേഷണം തന്നെ നടന്നിരുന്നു. ആ അന്വേഷണത്തിൽ കുറ്റവിമുക്തനാക്കുകയും അങ്ങനെ ആക്ഷേപത്തിൽ കഴമ്പില്ല എന്ന് കാണുകയും അത് ഗവൺമെൻറ് തീരുമാനിക്കുകയും ചിലത് കോടതിയിൽ പോയി കോടതിയടക്കം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിയമം വിട്ടൊന്നും ചെയ്യില്ലെന്ന നിലപാടിൽ IAS ഉദ്യോഗസ്ഥർ എത്തിയത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കും. ഇത് മറികടക്കാൻ സർക്കാർ എന്തു ചെയ്യുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രതിഷേധം നയിക്കുന്ന 7 അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കേണ്ടവരാണ്. ഇതിൽ നളിനി നെറ്റോ, KM എബ്രഹാം, VS സെന്തിൽ എന്നിവർ ചീഫ് സെക്രട്ടറിമാരാകാൻ സാധ്യതയുള്ളവരും. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ സമരത്തിന് IAS അസോസിയേഷൻ ഇനി തയ്യാറാവില്ലെന്നാണ് വിവരം. മീഡിയ 1, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ ചീഫ് സെക്രട്ടറി M വിജയനുണ്ണി, CPM നേതാവും പാർലമെന്റ് അംഗവുമായ CP നാരായണൻ, കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ ജോസഫ് വാഴക്കൻ, ഒപ്പം അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റും നിയമവിദഗ്ധനുമായ അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ എന്നിവർ ചേരുന്നു. തത്സമയം മുൻ IAS ഉദ്യോഗസ്ഥൻ K സുരേഷ് കുമാറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ
എം വിജയനുണ്ണി, മുഖ്യമന്ത്രി എടുത്ത ശക്തമായ നിലപാടോടുകൂടി സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർ ഉയർത്തിയ പ്രതിഷേധം അത് കെട്ടടങ്ങിയോ? കെട്ടടങ്ങിയോ എന്നാണോ ചോദ്യം എങ്കിൽ അതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നൊന്നല്ല. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 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 പ്രതിഷേധമായിട്ട് ഇത് രൂപപ്പെട്ട് വന്ന സമയത്ത് അത് ഒരു ഓവർനൈറ്റായിട്ട് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. കഴിഞ്ഞ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല കേസുകളിലും ഉണ്ടായിട്ടുള്ള നടപടികൾക്ക് ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇത് ഉരുണ്ട് കൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഒരു നടപടിയുടെ അടിസ്ഥാനത്തിൽ അത് വളരെ പ്രകടമായിട്ടുള്ള അനീതി അതിലുണ്ട് എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇപ്പോഴും ഇത്രയും കൂടുതൽ ഗൗരവമാർജിച്ചത്. പക്ഷേ അത് മാത്രമല്ല സംഭവം. ഇതിൽ വളരെ കാലമായിട്ട് നിലനിന്ന് വരുന്ന ഒരു സംഗതി ഉള്ളതുകൊണ്ട് അന്തർലീനമായിട്ടുള്ള അതിൻ്റെ പ്രശ്നം പരിഹരിക്കാത്തിടത്തോളം കാലം ഇങ്ങനെ ഒരു സമീപനമോ നിലപാടോ എടുത്തതുകൊണ്ട് മാത്രം ഇതങ്ങ് തീരാൻ പോകുന്നില്ല. ഇത് സ്വീപ്പിംഗ് അണ്ടർ ദി കാർപ്പറ്റ് എന്ന് പറഞ്ഞ പോലെ തൽക്കാലത്തേക്ക് ഇതിനെ അവസാനിപ്പിച്ചു എന്നുള്ളൊരു ധാരണ ഉണ്ടായേക്കാം എന്നല്ലാതെ ശരിയായിട്ടുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം ഒട്ടും ആവുന്നില്ല. അതേസമയം തന്നെ ഈ ശരിയായ പ്രശ്നത്തിൻ്റെ പരിഹാരം അത്യാവശ്യമായിട്ട് വേണ്ടതുമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു വളരെ സുപ്രധാനമായിട്ടൊരു വിഷയമാണിത്. അപ്പോൾ അതിൽ ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് വന്നു. അവർക്ക് വിസിബിലിറ്റിയും മുഖ്യമന്ത്രിയെടുത്ത് ആക്സസും ഉള്ളതുകൊണ്ട് ഇത് മീഡിയ അതിന് ധാരാളം പബ്ലിസിറ്റി കൊടുത്തു. അവർക്ക് ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം കിട്ടി എന്നൊക്കെ അല്ലാതെ ഇതിന് ഉള്ളിലടങ്ങിയിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും അത് ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ കാരണം ഇതേവരെ പഴയ കാലങ്ങളിലൊക്കെ ഈ പോലീസ് അന്വേഷണം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ട്. അത് ന്യായീകരിക്കാവുന്ന കേസുകളിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, കോടതികളിൽ എത്തിയിട്ടുണ്ട്. അർഹമായിട്ടുള്ള കേസ് ശരിയാണെന്ന് തെളിയിച്ചിട്ടുള്ള കേസുകളിൽ ശിക്ഷയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ട് ഇന്നുണ്ടായി എന്നുള്ളത് ചിന്തനീയമായിട്ടുള്ള വിഷയമാണ്. അത് നമ്മൾ അതിനെ അവഗണിച്ചിട്ട് കാര്യമില്ല. ഉണ്ടെങ്കിൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രതികരണവും അന്തരീക്ഷവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തന്നെ അതിൻ്റെ മൂല കാരണം തന്നെ നോക്കി പരിഹരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിതമാവുകയുള്ളൂ. വിജയനുണ്ണി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ CP നാരായണൻ, ഇവിടെ ശ്രീ വിജയനുണ്ണി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ മുൻകാലങ്ങളിലും ഇന്ന് മുഖ്യമന്ത്രിയും അത് പറഞ്ഞു, മുൻകാലങ്ങളിലും IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അന്വേഷണം ഉണ്ടായിട്ടുണ്ട്, ചില നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ളൊരു പ്രതിഷേധം എന്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം അത് പ്രസക്തമല്ലേ? അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് IAS ഉദ്യോഗസ്ഥർ പോകേണ്ടുന്നൊരു സാഹചര്യം ഒരുക്കുന്നതിൽ സർക്കാരിന് ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച അതിനൊരു കാരണമായിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു 25 വർഷം മുമ്പ് മുതൽ ഉള്ള കുറേ സംഭവങ്ങളുണ്ട്. പലപ്പോഴായിട്ട് ചീഫ് സെക്രട്ടറി മുതൽ പല ആൾക്കാരും വളരെ സീനിയറായി പിന്നീട് ചീഫ് സെക്രട്ടറിമാരായ ആൾക്കാരൊക്കെ അന്വേഷണ വിധേയരായിട്ടുണ്ട്. അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ചില കേസുകൾ കരുണാകരനുമായി ബന്ധപ്പെട്ട ചില കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്ന് വിടുതലിന് വേണ്ടി പലരും ശ്രമിച്ചിട്ടും അവർ റിട്ടയർ ചെയ്ത് കുറേ കാലത്തിന് ശേഷമാണ് അവർക്ക് ആ വിടുതൽ കിട്ടിയത്. അന്നൊന്നുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ന് എങ്ങനെ ഉണ്ടായി? അത് ഗവൺമെൻറ്റിൽ നിന്ന് വന്നതാണോ അതോ സർവീസിൽ നിന്ന് തന്നെ വന്നതാണോ? ഞാൻ സർവീസ് എന്ന് പറയുമ്പോൾ IAS ഒരു സർവീസാണ്, IPS വേറൊരു സർവീസാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നുകൂടിയാണോ വന്നത്? ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഭരണ മുന്നണിയിലെ ഒരു കക്ഷിയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി LDF ഉള്ളപ്പോഴും UDF ഗവൺമെൻറ് ഉള്ളപ്പോഴും ഒക്കെ ചില വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ശീതസമരമെന്നോ അസുരസമെന്നോ അതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് ഈ രൂപത്തിലാക്കുന്നത് കൂടി ആ ഒരു തലം കൂടി ഈ പ്രശ്നത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് ആ തരത്തിൽ എങ്ങനെയാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേരെ ഈ തരത്തിലുള്ള പ്രശ്നം വരുന്നത് എന്ന് സർക്കാരിനോട് അവർക്ക് വിശദീകരിക്കാമായിരുന്നു. അതിന് ഈ തരത്തിലുള്ള ഒരു പ്രത്യക്ഷ സമരരൂപം
സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കേണ്ടിയിരുന്നില്ല? അതല്ലാതെ തന്നെ ചെയ്യാമായിരുന്നല്ലോ. ഈ കാര്യം വളരെ ഗൗരവമായിട്ട് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ മുന്നിൽ അവർക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ സർവീസിലുള്ള ഒരു രോഗത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണോ ഇത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. LDF അധികാരത്തിൽ മുന്നിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഒരു ആവശ്യവുമായി എത്തുന്ന IAS ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പറയാനുള്ളത് എന്താണ്? ടോം ജോസ് മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്, അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെ 2 വിജിലൻസ് കേസുകൾ നിലനിൽക്കുന്നു, അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം നിർത്തിവെക്കണം എന്ന് അവർക്ക് ആവശ്യപ്പെടാൻ സാധിക്കില്ല. മറ്റൊന്ന്, ഇപ്പോൾ ബന്ധു നിയമന കേസുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആന്റണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം, മറ്റൊരു ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ മറ്റൊരു കേസിൽ വിജിലൻസ് കോടതിക്ക് മുൻപാകെ നൽകിയ റിപ്പോർട്ട്, ഇതൊക്കെ ഒരു ആരോപണമുണ്ടായാൽ അന്വേഷണ ഏജൻസി സ്വാഭാവികമായി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്നൊരാവശ്യവുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലോ സർക്കാരിന് മുന്നിലോ ഈ IAS ഉദ്യോഗസ്ഥർക്ക് പോകാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ വ്യക്തികൾ തമ്മിലുള്ള ശീതസമരത്തിൻ്റെ പ്രശ്നം എവിടെയാണ് ഉണ്ടാകുന്നത്? IAS ഉദ്യോഗസ്ഥർ ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കാണ് സർക്കാരുമായി ശ്രമിക്കേണ്ടത്? എന്നോടാണോ? അതെ, ശ്രീ CP നാരായണൻ. പക്ഷേ ഇത് ഞാനതാ പറഞ്ഞത്, നേരത്തെ ഇതിപ്പോൾ ആദ്യമായിട്ട് കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അന്വേഷണമോ കേസോ വരുന്നതല്ല, മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അന്വേഷണത്തെ പറ്റിയും കേസിനെ പറ്റിയും പറയുമ്പോൾ നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തിലായാലും പൊതുമണ്ഡലത്തിലായാലും പറയുന്നൊരു വാചകമുണ്ടല്ലോ, നിയമത്തിൻ്റെ വഴിക്ക് പോവും. നിയമത്തിൻ്റെ കാര്യത്തിൽ ചിലർ കുറേ കൂടി ഇല്ലേ, സം ആർ മോർ ഈക്വൽ എന്ന രീതിയിൽ പറയാൻ പറ്റുമോ? എല്ലാവരും തുല്യരല്ലേ? ഉദ്യോഗസ്ഥനാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും അതിൽ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ IASകാരോ IPSകാരാണെങ്കിലും സാധാരണ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇവരൊക്കെ തുല്യരല്ലേ? അവരുടെ പേരിൽ കേസ് വന്നാൽ അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അന്വേഷിച്ച് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും തെളിവ് പ്രാരംഭമായിട്ട് കണ്ടാൽ അത് കേസ് ചാർജ് ചെയ്യണമെന്ന് പറയുന്നത് അന്ന് തടയാൻ പറ്റുമോ? അങ്ങനെ മുൻകാലത്ത് ചെയ്തിട്ടുണ്ടോ? ഇത് നോക്കണ്ടേ നമുക്ക്? ഇതിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടല്ലല്ലോ IAS ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അന്വേഷണമോ കേസോ ഒക്കെ വരുന്നത്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് മന്ത്രിയോ അവരെ ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെയും ചിലപ്പോൾ പറയില്ലേ, കാരണം അവരായിരിക്കുമല്ലോ അതുമായി ബന്ധപ്പെട്ട ഫയലിൽ ഒപ്പിടുക. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പത്മകുമാറടക്കം ഉള്ള IAS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ശ്രീ കരുണാകരനുമായി ബന്ധപ്പെട്ട് കേസിൽ ഉൾപ്പെടുത്തിയത്, അവരെ പ്രതികളാക്കിയത്? അന്നൊന്നുമില്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് മാറിയ ഒരു സാഹചര്യമുണ്ടോ? അത് LDF അധികാരത്തിലുള്ളത് കൊണ്ടാണോ ഇത് വരുന്നത്? അതല്ലാത്ത രീതിയിൽ ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? അത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. എനിക്കിതേവരെ ആ തരത്തിൽ ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്തിടത്തുനിന്ന് എനിക്ക് അത്തരത്തിലുള്ളൊരു ധാരണ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, ഞാൻ തുടങ്ങിയെത്താം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് IAS ഉദ്യോഗസ്ഥരുമായുള്ള പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടിയിരുന്നു, അതിന് സർക്കാർ തയ്യാറാകാത്തതാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് എന്നാണ്. എന്തുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്ക് IAS അസോസിയേഷനുമായി സർക്കാർ സന്നദ്ധമാകണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നത്? അത് നേരത്തെ ബഹുമാന്യ ശ്രീ വിജയനുണ്ണി പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു കാര്യമല്ലത്. ഇത് കഴിഞ്ഞ ഒരു 4-5 മാസമായി നമ്മുടെ സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രത്യേകിച്ച് വിജിലൻസുമൊക്കെ ആയി ബന്ധപ്പെട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണിത്. അതിനകത്ത് സംഭവിച്ചത്, വിജിലൻസ് ഇന്നൊരു നിലം തുടങ്ങിയതൊന്നുമല്ല. 40 കൊല്ലമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് വന്ന കാലഘട്ടം മുതൽ വിജിലൻസും അതിൻ്റെ സംവിധാനങ്ങളും കൊണ്ട് വളരെ പ്രഗത്ഭരായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ തലപ്പത്തിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു മുൻവിധിയോടുകൂടി വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനകത്ത് IASകാർ നിരത്തുന്ന അവരുടെ പരാതികൾക്കകത്ത് കുറച്ചൊക്കെ കഴമ്പുള്ളത് പോലെ തോന്നുന്നു. കാരണം ഒരു അന്വേഷണത്തെക്കുറിച്ച് പലപ്പോഴും
നമുക്ക് അത്ര സമൂഹത്തിൽ വിശ്വാസ്യതയില്ലാത്ത ആളുകൾ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയിന്മേൽ പിറ്റേന്ന് തുടങ്ങുന്ന അന്വേഷണം, ഈ അന്വേഷണത്തിൻ്റെ ശരിയും തെറ്റും വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ രീതി ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ളതൊക്കെ അവർ ഫാക്ട്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വ്യാപകമായ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അത് ആരും അറിയാതെ നടക്കുന്ന ഫാക്ട് ഫൈൻഡിങ് ആണ് അവർ പലപ്പോഴും നടത്താറുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം മുതൽ ഇത് ആഘോഷമാക്കുകയാണ്. ഒരു പേര് ആരെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അന്വേഷിക്കാൻ ഉത്തരവിട്ടാൽ അപ്പോൾ മുതൽ അത് ആഘോഷമാക്കി ഇത് ശരിയോ തെറ്റോ എന്നറിയുന്നതിന് മുമ്പേ അതിനകത്ത് ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളുകളെ അപമാനിതരാക്കുകയാണ്. അത് ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രത്യേകിച്ച് ഞാൻ പറയില്ല, ഈ വിജിലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഈ വാർത്തകളിൽ വല്ലാത്ത ഒരു താല്പര്യം വരികയും അതിനെ തുടർന്ന് ഇത് പലപ്പോഴും ഒരുപാട് ഈ അന്വേഷണങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ സമൂഹത്തിനും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ അടുത്ത കാലം ഓരോന്നിനും വാർത്തകൾ അങ്ങോട്ട് പോയ വാർത്ത, വിജിലൻസ് അവിടെ ചെന്നാൽ വാർത്ത, മന്ത്രിമാരുടെ വീടുകൾ ഇപ്പം പഴയ കാലത്താണ് മാണിസാറിൻ്റെയൊക്കെ കാലത്താണെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുന്നു, അളക്കാൻ പോകുന്നു, എല്ലാം ചാനലുകാരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിപ്പോൾ ശരിയാണോ തെറ്റാണോ, പിന്നെ അതേക്കുറിച്ച് വാർത്തകളും കഥകളും മാധ്യമങ്ങളും നിറയുകയാണ്. അപ്പോൾ ആളുകൾ അവിടെ വളരെ റെപ്യൂട്ടേഷനുള്ള ആളുകൾ അവിടെ അപമാനിക്കപ്പെടുകയാണ്. ഇതാണ് അവരുടെ ഒരു മെയിൻ പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പരാതി പലതവണ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രി അതിന്മേലൊരു നിസ്സംഗത, അത് ഈ മുഖ്യമന്ത്രി ഒരു പ്രത്യേക സ്വഭാവമാണ്. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പുറത്തു പറഞ്ഞതുപോലെ ഒന്നുമാണ് IAS-കാരുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്ത് അദ്ദേഹത്തിന് ഈ ഒരു ഇമേജ് ഉണ്ടാക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ ഒരു വിരട്ടൽ നടത്തി എന്നൊക്കെയുള്ള ഒരു ധാരണ കൊടുക്കുന്നതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോൾ തന്നെ 6-7 മാസമായിട്ട് സർക്കാർ ചലിക്കുന്നില്ല. ആകെ ഈ ബന്ധു നിയമനം ഉൾപ്പെടെ കുറേ ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും അല്ലാതെ ഒരു ഫയൽ നീങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ അത് കൂടുതൽ സങ്കീർണമാകാൻ പോവുകയാണ്. കേരള ഭരണം ഒന്നാമതേ നോട്ട് റദ്ദാക്കലും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് അരിപോലും ഇത് വളരെ സങ്കീർണമായി കേരളം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇതുപോലെയുള്ള കേസുകളിൽ മുൻപും ഇത്തരത്തിൽ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. പാമോലിൻ കേസ് നമുക്കറിയാം എത്ര കാലങ്ങളാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഇപ്പോഴും അത് കോടതി നടപടികളിലൂടെ നമ്മുടെ മുന്നിലേക്ക് വാർത്തയായി എത്തുന്നുണ്ട്. അത് മുൻപും ഉണ്ടായിട്ടുണ്ട്. ലാവ്ലിൻ കേസിൽ എത്ര കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നു, അത് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അതിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥർ. ലാവ്ലിൻ കേസിലുണ്ടായിരുന്നു, പാമോലിൻ കേസിലുണ്ടായിരുന്നു, അങ്ങനെയുള്ള അഴിമതി ആരോപണങ്ങളിലൊക്കെ ആ കേസുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്നത്? താങ്കൾ പറയുന്നത് പോലെ ഏത് വിധത്തിലാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ കേസുകൾ ഉപയോഗിക്കപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ആരോപണങ്ങളൊക്കെ മുൻകാലത്തെ ഉള്ളതാണ്. ടോം ജോസിനെതിരായ 2 കേസുകൾ നേരത്തെ തന്നെ ഉള്ളതാണ്. KM എബ്രഹാമിനെതിരായുള്ള ആരോപണം നേരത്തെ ഉള്ളതാണ്. അത് ഇപ്പോൾ പൊട്ടി വീണതല്ല. ഈ പാമോലിനെ സംബന്ധിച്ച് പാമോലിൻ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ സമയത്ത് ഓഫീസറെ ചോദ്യം ചെയ്യുന്നതും അവരുടെ വീടുകളിൽ പോകുന്നതും അവരന്വേഷിക്കുന്നതും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫൈൻഡിങ്സ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചർച്ചയായിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഈ ആഘോഷങ്ങളൊന്നും ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാനത് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു പരാതിയുടെ പ്രധാന കാരണമാണ്. പ്രത്യേകിച്ച് വിജിലൻസ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളെ സംബന്ധിച്ച് ഗവൺമെൻറ് അദ്ദേഹത്തിന് വേണ്ടി ഡിഫൻസ് കൊടുക്കുന്നു, കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഹാജരാകുന്നു, അതിന് വേണ്ടിയിട്ട് അഫിഡവിറ്റ് കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരു വലിയ സപ്പോർട്ട് അവിടെ കൊടുക്കുന്നു. അതിനൊരു സ്വതന്ത്ര അന്വേഷണം, ഇപ്പോൾ നമ്മുടെ കേരളത്തിനൊരു കുഴപ്പം, അങ്ങനെയുള്ള ഇപ്പോൾ വിജിലൻസിനെതിരെ ഒരു ആരോപണം വന്നാൽ അത് അന്വേഷിക്കാനൊരു ഏജൻസി ഇല്ല. തൽക്കാലം ഇപ്പോൾ അങ്ങനെ ഒരു ഏജൻസി ഇല്ല. അവർ സ്വതന്ത്രമായി ഇപ്പോൾ കേരള കേന്ദ്രത്തിലുള്ളതുപോലെ ഒരു വിജിലൻസ് കമ്മീഷനൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇത് വ്യക്തിയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിയുടെ ഇഷ്ടക്കുറവും അനിഷ്ടങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഉയർന്നു വരുന്നത്. ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി അവധാനതയോടെ പരിശോധിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റും പറഞ്ഞത്. ഇത് പരിശോധിക്കാതെ വെറുതെ ആളുകളെ ഞാൻ വിരട്ടുന്നു, അവർ മര്യാദയ്ക്ക് നിൽക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഗ്രീവൻസ് ജെനുവിനാണ് എങ്കിൽ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരമുണ്ടാക്കുക? നമ്മുടെ സംസ്ഥാനത്തെയല്ലേ ബാധിക്കുന്നത്. ആരുടെയെങ്കിലും അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. സ്റ്റേറ്റിനെ ബാധിക്കുന്നൊരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്.
എനിക്ക് ഇതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഇപ്പോൾ പിന്നെ ഭരണകക്ഷിയുമായി ബന്ധമുള്ള അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളൊന്നും വരുമ്പോൾ സമയത്ത് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. അതൊക്കെ വെച്ച് നീട്ടി അനാവശ്യമായി നീട്ടുന്നു. അതിനകത്തൊക്കെ മറ്റു പല താല്പര്യങ്ങളും വരാൻ പോകുന്നു. ഇപ്പോൾ കെ എം മാണിയുടെ അന്വേഷണം വന്നു. കെ എം മാണിയുടെ അന്വേഷണം വന്ന സമയത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവിടെ സുഖേശൻ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവിടെ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് നടന്നു നോക്കുക. കാർ പാർക്ക് ചെയ്യുന്നിടത്ത് ഡ്രൈവർ നോക്കിയാൽ അകത്ത് പൈസ കൈമാറുന്നത് മാറ്റുമോ എന്നൊക്കെ നോക്കുന്നു. അതെല്ലാം ചാനലുകാരുമായിട്ട് പോയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ നമ്മുടെ പിന്നെ മേഴ്സിക്കുട്ടി അമ്മയുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുക. അവിടെയും ഇതുപോലെയൊക്കെ അളക്കലും പിടുത്തമൊക്കെ നടത്തേണ്ടി വരുമല്ലോ. പോയി അളക്കുമോ? സുഖേശൻ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു മനഃപൂർവ്വമാണ് എന്നുള്ള തോന്നലുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടാണ് അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണമാണെങ്കിലും ഏത് അന്വേഷണമാണെങ്കിലും ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള രാജേന്ദ്രൻ നായർ, വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ലക്ഷ്യമിട്ട് ചില നീക്കങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ചില അന്വേഷണങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആവശ്യത്തിൽ കവിഞ്ഞ പ്രചാരണം ഈ കേസ് അന്വേഷണങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലഭിക്കാൻ പാകത്തിൽ വിജിലൻസ് പ്രവർത്തിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ സ്വാഭാവികമായും IAS അസോസിയേഷനിൽ അല്ലെങ്കിൽ ആ ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണോ ഈ പറഞ്ഞ പ്രതിഷേധത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മുമ്പ് നിലവിലിരുന്ന സാഹചര്യങ്ങളും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള സാഹചര്യങ്ങളും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ഞാൻ കാണുന്നത് മുമ്പ് ഉള്ള ഗവൺമെൻറ്റുകൾ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ മേധാവികളും ഒരു നല്ല പരസ്പര ധാരണയിൽ അഴിമതിക്ക് പ്രോത്സാഹനം നൽകുകയും ഇരു കൂട്ടരുടെയും അഴിമതിക്ക് ഉള്ള വേദിയായിട്ട് സർക്കാർ തലങ്ങളെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അവിടെ ഒരു അന്വേഷണം വേണം, ഒരു ആരോപണം ഉന്നയിച്ചാൽ അന്തിമഘട്ടം വരെ ഒരു അന്വേഷണത്തിന് അത് വിടാൻ വരെ സർക്കാർ വിസമ്മതിക്കുകയും വേണമെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റുകയും ഏതെങ്കിലും നിയമം പാലിക്കണമെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് അവിടെ സ്ഥാനചലനം വരുന്നതൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ്. അതിനുശേഷം ഈ ഗവൺമെൻറ് അഴിമതി രഹിത കേരളം എന്നൊരു മുദ്രാവാക്യം പ്രകടനപത്രികയിൽ പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമാക്കും വിജിലൻസിനെ എന്ന് പ്രകടനപത്രിക പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയിട്ട് പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എങ്കിലും വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ആക്ഷേപം. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ മേലുദ്യോഗസ്ഥൻ, ഡയറക്ടർ ഇവിടുത്തെ മന്ത്രിമാർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇവിടുത്തെ ഉന്നത IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതൊന്നും നേരത്തെ ആണെങ്കിൽ ആ തരത്തിൽ നടക്കില്ല. രാഷ്ട്രീയ നേതൃത്വം അത് അനുവദിക്കില്ല. വിജിലൻസിനെ എന്നിട്ട് കൂട്ടിലിട്ട തത്തയാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു നടക്കും. ഇപ്പോഴും അത് തന്നെ പറയുന്നത്. വിജിലൻസിൻ്റെ ക്ലിഫ് ഹൗസിൽ പറഞ്ഞ് നടക്കുന്ന തത്തയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിജിലൻസ് ഡയറക്ടർ നടത്തുന്ന അന്വേഷണങ്ങളും അഴിമതി അന്വേഷണത്തിൻ്റെ രീതികളുമാണല്ലോ പരാമർശ വിഷയം. ഇത് ഏതെങ്കിലും വ്യക്തിക്ക് എതിരായിട്ട് നിയമവിരുദ്ധമായിട്ട് ചെയ്തതാണെന്ന് ഉന്നത IAS ഉദ്യോഗസ്ഥന്മാരല്ലേ ഇപ്പോഴത്തെ കക്ഷികൾ? ഇവർക്ക് ഇതേക്കുറിച്ച് നല്ല അറിവുള്ളവരല്ലേ? അങ്ങനെയുണ്ട് എന്താ അവർ ചെയ്യേണ്ടത്? അവർ ചെന്ന് മുഖ്യമന്ത്രിയോട് പരാതി പറയുകയാണോ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞാൽ കേൾക്കാൻ സംവിധാനമില്ല എന്നൊക്കെ പറയുന്നു. മുഖ്യമന്ത്രിയോടോ മന്ത്രിയോടോ പരാതി പറഞ്ഞാൽ വിജിലൻസിൻ്റെ അന്വേഷണം നിർത്തിവെക്കാൻ പറ്റുമോ? അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു ഇടപെടലാവില്ലേ? നേരെ മറിച്ച് അന്വേഷണം ക്രമവിരുദ്ധമാണെങ്കിൽ, എന്തെങ്കിലും മാലിഫൈഡ് ആണെങ്കിൽ, നിയമവിരുദ്ധമാണെങ്കിൽ അത് ചോദ്യം ചെയ്തേണ്ട ഹൈക്കോടതിയിലാണ്. ഭരണഘടനയുടെ 226 അനുച്ഛേദം, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ 352 വകുപ്പ് ഇതൊക്കെയുണ്ട്. ഞാൻ തന്നെ പല കേസും അവിടെ കൊടുത്ത് സ്റ്റേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിഷമമുള്ള കാര്യമല്ല. അത് പരിശോധിക്കും, ഹൈക്കോടതി പരിശോധിക്കും. ചിലരൊക്കെ പോയിട്ടുണ്ട് ഹൈക്കോടതിയിൽ, തിരിച്ച് അന്വേഷണത്തിന് ഉത്തരവുമായിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല. ഇത് കുറേ കാലം 5-6 മാസമായി 6-7 മാസമായി എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഈ പരാതിയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് ക്രമവിരുദ്ധമാണെങ്കിൽ ഹൈക്കോടതി സമീപിച്ചില്ല? അതിന് പകരം എന്താണ് കൂട്ട അവധിയെടുക്കുക, പ്രഖ്യാപിക്കുക. അത് വിജിലൻസ് ഡയറക്ടർ അല്ലല്ലോ അതിന് മാധ്യമങ്ങളെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. മാധ്യമങ്ങളുടെ അത് വരിക. എന്താണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്?
ഭരണത്തിൻ്റെ ശിരാകേന്ദ്രത്തിലെ ഭരണത്തിൻ്റെ നട്ടെല്ലാണ്, സ്ഥിരമാണെന്ന് അഭിമാനിക്കുന്ന നമ്മളൊക്കെ അഭിമാനിക്കുക. IAS എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു ഏർപ്പാടാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാരായിട്ട് 5 കൊല്ലം വരുമ്പോൾ പോകുന്ന പോലല്ല. അവർ സ്ഥിരം ഭരണഘടനാ പ്രൊട്ടക്ഷനുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഭരണത്തെ നയിക്കുന്നത്, മന്ത്രിമാരെ ഉപദേശിക്കുന്നത്, നിയമം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർ അവധി എടുക്കും അത്രേ. ഞാനും ഈ കൂട്ടാവധിയൊക്കെ എടുപ്പിച്ചിട്ടുള്ള ആളാണ്. കൂട്ടാവധി മാത്രമല്ല, ഞങ്ങൾ നിയമാനുസൃതം പണിയെടുത്തുകളെന്ന് പ്രഖ്യാപിക്കും. തൊഴിലാളി സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ്, കൂട്ടായ വിലപേശലിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സമരമാർഗങ്ങൾ ഞങ്ങൾ അവലംബിക്കാറുണ്ട്. അതുപോലെ സമരമാർഗങ്ങൾ അവലംബിക്കുവാൻ ഉന്നത IAS ഉദ്യോഗസ്ഥന്മാർക്ക് അവകാശമില്ല എന്നുള്ളതാണ് രാജ്യത്തെ കീഴ്വഴക്കം. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭരണസ്തംഭനം ഉണ്ടാവും. ഭരണസ്തംഭനം ഉണ്ടാക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കാണ്? ഭരിക്കുന്ന കക്ഷിക്കാണോ? മുഖ്യമന്ത്രിക്കാണോ? വിജിലൻസ് ഡയറക്ടർക്കാണോ? അപ്പോൾ അത് ഇച്ചിരി ആലോചിക്കേണ്ട, എല്ലാവരും പരിഗണിക്കേണ്ട വിഷയമാണ്. മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളത് തലേദിവസം പണിമുടക്കും ചർച്ചയ്ക്ക് 9 മണിക്ക് വെച്ചിരിക്കും എന്നുള്ളതൊക്കെ ഞങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞാണ്. മുഖ്യമന്ത്രി നേരെ ചൊവ്വേ നിന്ന് ഇത് തെറ്റാണ്, ഇത് അംഗീകരിക്കില്ല, നിങ്ങൾ പിന്തിരിയണമെന്ന് പറഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് ജനങ്ങൾ പറയും എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. ഭാഗ്യവശാൽ മുഖ്യമന്ത്രി ധൈര്യമായിട്ട് തന്നെ IASകാരോട് പറയേണ്ട കാര്യം പറഞ്ഞു. അതാണ് നിയമം. മടങ്ങിയെത്താം. ശ്രീ എം വിജയനുണ്ണി, ഇന്ന് കൂട്ട അവധി പിൻവലിച്ചതിന് ശേഷം വൈകുന്നേരം IAS അസോസിയേഷൻ്റേതായ ഒരു പ്രസ്താവന പുറത്തു വന്നു. കൂട്ട അവധി എന്നത് അവധിയെടുക്കാനുള്ള തീരുമാനം സർക്കാരിനെതിരായ സമരമായി വ്യാഖ്യാനിക്കരുത് എന്നാണ് IAS അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കൂട്ട അവധിയെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പ്രതിഷേധിക്കാൻ ഒരു തീരുമാനമെടുക്കുകയും അതുമായി കുറച്ചു നേരമെങ്കിലും മുന്നോട്ട് പോവുകയും ചെയ്തതിന് ശേഷം അത് സർക്കാരിനെതിരായ സമരമായി വ്യാഖ്യാനിക്കരുത് എന്ന് വിശദീകരിക്കുമ്പോൾ പിന്നെ അത് എന്തായി വ്യാഖ്യാനിക്കണം? ആരോടുള്ള പ്രതിഷേധമായി വ്യാഖ്യാനിക്കണം? അത് എൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക. എനിക്ക് അവരുടെ ബ്രീഫോ അവരുടെ വക്കാലത്തിരിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇവിടെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പാമോലിൻ കേസ് ഉണ്ടായി. അന്ന് ഇപ്പോൾ ഇവിടെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ ഇതുപോലുള്ള പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് പല കേസുകളിൽ, അതായത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രത്യേകിച്ചു രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയുള്ളതിന് സ്വാഭാവികമായിട്ടും ധാരാളം പബ്ലിസിറ്റി കിട്ടും. അത് പ്രതിപക്ഷവും സർക്കാരിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന കക്ഷികളും തമ്മിലുള്ള ഒരു വടംവലിയാണ്. അത് അവർക്ക് പിന്നെ സർവതന്ത്ര സ്വതന്ത്രരാണ്. അവർക്ക് മാധ്യമങ്ങളെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടാനും പറയാനും ഒക്കെ അവകാശമൊക്കെ ഉള്ളതുകൊണ്ടും സൗകര്യങ്ങളുള്ളതുകൊണ്ടും ധാരാളം പബ്ലിസിറ്റി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ലെവലിലുള്ള കാര്യങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഇവിടെ തന്നെ ഫൈനാൻസിലെ പിന്നെ സെക്രട്ടറിയുടെ കുറച്ച് നാൾ മുമ്പ് നടപടി ഉണ്ടായല്ലോ. അത് പിന്നീട് ആ നടപടികളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും അത് അവസാനിപ്പിച്ചു എന്നാണല്ലോ വാർത്ത നമ്മൾ കണ്ടത്. പക്ഷേ അങ്ങനെ അവസാനിപ്പിച്ച ഒരു ഇതിൽ എന്തുമാത്രം പബ്ലിസിറ്റിയാണ് ആദ്യം കൊടുത്തത്? വീട്ടിൽ റെയ്ഡ് നടത്തിയതല്ലേ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത്? ഈ റെയ്ഡ് എന്നുള്ള വാക്ക് തന്നെ ഇവിടെ തെറ്റാണ്. ഇവിടെ നിയമം അറിയുന്നവർക്ക് എല്ലാം മനസ്സിലാവും. റെയ്ഡ് എന്നുള്ള വാക്ക് തന്നെ ശരിയല്ല. അവിടെ സെർച്ച് നടത്താൻ പോയിട്ടുണ്ടെങ്കിൽ സെർച്ച് തന്നെ പറയണം. നിയമപ്രകാരമുള്ള വാക്കാണത്. അപ്പോൾ വീട്ടിൽ അളവെടുക്കാൻ പോയി എന്നാണ് പിന്നീട് പറയുന്നത്. ഈ അളവെടുക്കാൻ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് തെറ്റായി പോയി എന്നുള്ളത് ഗവൺമെന്റും ഈ ഉദ്യോഗസ്ഥന്മാരും തന്നെ സമ്മതിച്ചിരിക്കുകയാണ് പിന്നീട്. അപ്പോൾ പക്ഷെ അതേ സമയത്ത് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ അവിടെ വീട്ടിലേക്ക് പോകുന്നു, റെയ്ഡ് നടത്താൻ പോകുന്നു എന്നുള്ളത് വിവരം നേരത്തെ കൂട്ടി അറിയിച്ചിട്ട് ആ വാർത്തയാണ് കൂടുതൽ വരുന്നത്. അവസാനം പറയുന്നു ഞങ്ങളൊന്നും ചെയ്തില്ല, അവിടെ പോയി വളരെ മര്യാദയായിട്ട് സംസാരിച്ച് ഇറങ്ങി വന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ അത് സ്വകാര്യമായിട്ട് പറയുകയാണ്. പബ്ലിസിറ്റിയിൽ പറയുന്നത് എന്താണ്? വലിയ ഹെഡ്ലൈൻസിലും ബ്രേക്കിംഗ് ന്യൂസിലും പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്റെ വീട് റെയ്ഡ് ചെയ്തു, അതിൽ പലതും പിടിച്ചെടുക്കാൻ പോകുന്നു, പിടിച്ചെടുത്തു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ അവസാനം ആത്യന്തികമായിട്ട് സെർവ് ചെയ്യുന്ന പർപ്പസ് ഈ പബ്ലിസിറ്റി മാത്രമാണ്. ആ കേസിൽ അവസാനം ഒന്നുമില്ലെന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. ശ്രീ താങ്കളും ശ്രീ ജോസഫ് വാഴക്കനും ഇതിന്റെ പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇതിന് ലഭിക്കുന്ന പ്രചാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാമോലിൻ കേസിന്റെ കാലത്ത് ഇത്തരം വലിയ പ്രചാരണങ്ങൾ ലഭിച്ചില്ല എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. പാമോലിൻ കേസിന്റെ സാഹചര്യവും ആ കാലവും ഈ കാലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാധ്യമ സാന്ദ്രതയുടെ കാര്യത്തിൽ കേരളം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ പുതുതായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ ലഭിക്കുന്ന പ്രചാരണം അത്
ആർക്കാണ് തടയാൻ സാധിക്കുക? ആ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ പ്രചാരണം ഉണ്ടായിരുന്നില്ല. ഇന്ന് വിവരങ്ങൾ എളുപ്പത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്, ആ വിവരങ്ങൾക്ക് പ്രചാരണവും ലഭിക്കുന്നുണ്ട്. അതിനെ അങ്ങനെ കണ്ടാൽ പോലെ അതിനെ വിജിലൻസ് മനഃപൂർവ്വം ഒരാളെ കരിവാരിത്തേക്കാൻ വേണ്ടി വാർത്തകൾ കൊടുത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? ഇത് പുറത്തേക്ക് വരുന്നതല്ല, പുറത്തേക്ക് വരുത്തുന്നതാണ്, കൊടുക്കുന്നതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ മറ്റൊന്ന്, ഈ പാമുരൻ കേസ് എന്ന് പറയുന്നതിൽ തന്നെ അതിനൊരു ഒരു ഉദാഹരണമാണ് ഇവിടെ. ഞാൻ അതിനെപ്പറ്റി പറയാൻ വരികയായിരുന്നു. 25 കൊല്ലത്തിലധികമായിട്ട് ആ കേസ് നിലനിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴെന്താണ്, അടുത്ത കാലത്താണ് അതിലത്തെ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി സക്കറിയ മാത്യു അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പങ്കില്ലെന്നും അവർ നിരപരാധികളാണെന്നും വെറുതെ വിടുകയാണെന്നും പറഞ്ഞുകൊണ്ട് കോടതിയുടെ അന്തിമ വിധി അടുത്ത കാലത്ത് വന്നു. പക്ഷേ അപ്പോൾ എന്താണ്, അത് കേസില്ലാന്നർത്ഥം. ഇല്ലാത്ത കേസ് വെച്ചിട്ടാണ് ഇവരെ ഇത്രയും കാലമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. 25 കൊല്ലമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, അതിലുള്ള മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നും യാതൊരു പോറലും ഏറ്റില്ല. അവരുടേതായിട്ടുള്ള കെ കരുണാകരനാണെങ്കിൽ സുപ്രീം കോടതി വരെ പോയിട്ട് സ്റ്റേ വാങ്ങിക്കുകയും അത് ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഉടനെ ഹൈക്കോടതിയിൽ പോകണമെന്ന് ഇവിടെ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടു. അവിടെ ഈ പാമോലിൻ കേസ് പരാമർശിച്ചതുകൊണ്ട് പാമോലിൻ കേസിന്റെ നിയമ നടപടികൾ എന്തുകൊണ്ട് നീണ്ടുപോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല കുറി ഹൈക്കോടതിയിൽ ഹർജിയുമായി പോകുന്നു, പിന്നീട് സുപ്രീം കോടതിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ നിയമയുദ്ധത്തിന്റെ വലിയൊരു ചരിത്രമുണ്ട് ആ കേസിന്. അതുകൊണ്ട് കൂടിയാണ് ആ കേസ് നീണ്ടുപോയത്. അങ്ങനെ ചില കേസുകൾ നീണ്ടുപോകുന്നു എന്നതുകൊണ്ട് മാത്രം ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ കേസുകൾ ഉണ്ടാവാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം ഈ വിധത്തിൽ പ്രചാരണത്തോടുകൂടി നടത്താൻ പാടില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. എനിക്ക് പറയാനുണ്ട്, മറുപടി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാറ്റിനെയും ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ വേണം കാണാൻ. അല്ലാതെ ഇന്നത്തെ സ്ഥിതിയും ഇന്നലത്തെ സ്ഥിതിയും കൂടി നോക്കിയിട്ട് മാത്രമല്ല പറയേണ്ടത്. ഇന്ന് കുറേ ചാനലുകൾ വന്നുള്ളതുകൊണ്ട് എല്ലാം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു എന്ന് പറയുന്നതിൽ ശരിയല്ല. മറിച്ച് ഈ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിന് അത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അത് കേസിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുകയാണെങ്കിൽ ഇത്രയും കാലം ചെയ്തതിൻ്റെ ഫലമെന്തായിരുന്നു? അത് ചെയ്തത് ശരിയാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും ഈ തരത്തിലുള്ള നിഷ്ഫലമായിട്ടുള്ള അല്ലെങ്കിൽ അത് മറ്റ് കാര്യങ്ങൾ ആരോപിക്കാവുന്ന വിധത്തിലുള്ള തരത്തിൽ ഇത്രയും വിജിലൻസ് എന്നും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ മൂർച്ചയുള്ള ഒരു ആയുധമാണ്. അതെടുത്ത് പ്രയോഗിക്കുന്നവർ വളരെ സൂക്ഷിച്ച് ചെയ്യണം. മുമ്പുള്ള ഉദ്യോഗസ്ഥന്മാരും വകുപ്പ് തലവന്മാരും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശക്തിയും മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ മറ്റൊന്ന്, ഇത് ഇരുതല മൂർച്ചയുള്ള ആയുധം കൂടിയാണ്. ഇത് എടുത്ത് പ്രയോഗിക്കുന്നവർക്ക് എതിരെ തന്നെ അത് തിരിച്ചടിക്കുമെന്നും കൂടി അവർ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പക്വതയാർന്നിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു പണ്ട് ഇത്തരം സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടുള്ളതാണ്. അന്ന് ഇതൊന്നും ഇല്ലാതിരുന്നു, അല്ലാതെ മാധ്യമങ്ങളില്ലാതിരുന്നുകൊണ്ടല്ല. ഇന്നും പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, വെണ്ടക്ക തലക്കെട്ട് കൊടുക്കാമല്ലോ, അതുകൊണ്ട് അതൊന്നും ശരിയല്ല. മറിച്ച് ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു പോലീസിന്റെ ഒരു മീറ്റിംഗിൽ തന്നെയാണ് പറയുകയുണ്ടായി, ഈ പല ഉദ്യോഗസ്ഥന്മാർക്കും പബ്ലിസിറ്റി മാനിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പബ്ലിസിറ്റി മാനിയാണെന്നുള്ള വാക്ക് അദ്ദേഹം തന്നെയാണ് പ്രയോഗിച്ചത്. അത് ആ സമയത്തുണ്ടായിരുന്ന അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പഴയ കാര്യങ്ങളല്ല, ഇപ്പോഴത്തെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ ആധികാരികമായിട്ടുള്ള അഭിപ്രായമാണിത്. അതുകൊണ്ട് ഇത് നമ്മൾ ഡിനൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇല്ലെന്ന് വിചാരിച്ചിട്ടോ കാര്യമില്ലെന്നർത്ഥം. റൈറ്റ്. ശ്രീ വിജയനുണ്ണി, CP നാരായണൻ, ജോസഫ് വാഴക്കൻ, MR രാജേന്ദ്രൻ, ഞാൻ മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ CP നാരായണൻ, ഇവിടെ പാമോലിൻ കേസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഏറെക്കാലമായി നടക്കുന്നു, 25 വർഷം തുടർന്നിട്ടും എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു കേസ്. ആ കേസ് പക്ഷേ പല കാരണങ്ങളുണ്ടാകാം അത് നീണ്ടുപോകുന്നതിന്. ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തന്നെ ഒരുപക്ഷെ അതിൻ്റെ നീണ്ടുപോകലിന് കാരണമായിട്ടുണ്ടാകാം. പക്ഷേ അതിലുൾപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ശ്രീ PJ തോമസ്, അദ്ദേഹം ചീഫ് വിജിലൻസ് കമ്മീഷണറായി, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി സ്ഥാനമേറ്റതിന് ശേഷം അവിടെ നിന്ന് ഒഴിയേണ്ടി വരുന്നത് ഈ ആരോപണത്തിൻ്റെ മാത്രം കാരണം കൊണ്ടാണ്. അത്തരത്തിലുള്ള ഭയം ഈ ഉദ്യോഗസ്ഥരെ ഒരുപക്ഷെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവില്ലേ? അല്ല, അവിടെ ഇപ്പം നിങ്ങൾ ഒരു പ്രത്യേക ആളുടെ കാര്യം പറയുമ്പോഴാണ് PJ തോമസിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിനെ ഉയർന്ന ഒരു തസ്തികയിലേക്ക് എടുക്കുമ്പോൾ കോടതിയാണ് അതിന് തടസ്സം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണത്തിൽ നിന്ന് സ്വതന്ത്രനായിട്ട് അദ്ദേഹത്തിന് അതിൽ പുറത്തു വരാതെ അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന്. ഇത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനമുണ്ട്, ജുഡീഷ്യറി.
നമ്മുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതേപോലെ ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചറുണ്ട്. ഇവ തമ്മിലൊക്കെ ചേർന്നിട്ടാണല്ലോ നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഈ ഓരോ മേഖലയിലും പണ്ട് പറഞ്ഞ പോലെ തന്നെ അല്ല നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ മാധ്യമങ്ങളെ പറയുമ്പോൾ മുമ്പ് നമുക്ക് ഈ വിഷ്വൽ മീഡിയ ഒന്നുമില്ല. അതില്ലാത്ത കാലത്ത് ഈ പവറിംഗ് കേസ് വന്ന ആ കാലത്ത് വിഷ്വൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഞാൻ ചിലപ്പോൾ ഊഹിക്കാറുണ്ട്. കാരണം ഇപ്പോൾ വരുമ്പോൾ ആ വിഷ്വൽ മീഡിയ വരുന്നു, അത് നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഓരോ മണിക്കൂർ കൂടുന്തോറും അതിന് പുതിയ വാർത്തകൾ അല്ലെങ്കിൽ ആവർത്തിച്ച് കൊടുക്കേണ്ടി വരും, വാർത്ത പടക്കേണ്ടി വരും, സൃഷ്ടിക്കേണ്ടി വരും. ഞാൻ ദുരർത്ഥത്തിൽ പറയുന്നതല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന്. രണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൽ മുമ്പ് മൂടി വച്ചിരുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. ഇത് രണ്ടും. അതോടൊപ്പം തന്നെ കോടതികൾ മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പല കേസുകളിലും കുറേ കൂടി വിശദമായിട്ടോ കുറേ കൂടി ധീരമായിട്ടോ ചില നിലപാടെടുക്കും. ചിലപ്പോൾ പലർക്കും അതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം. ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഭരണത്തിൻ്റെ ഈ മൂന്ന് വിഭാഗങ്ങളിലും നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഇടയിലും വരും. ഇതൊക്കെ സംബന്ധിച്ച കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് പലർക്കും ദഹിക്കാത്തത് കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതിൽ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥന്മാർ അവർ നിരപരാധികളോ നിസ്സഹായരോ. നമ്മൾ ഉദ്യോഗസ്ഥന്മാരായിട്ട് പോകുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ജുഡീഷ്യറിയിലിരിക്കുന്നവരോ അവരെ സംബന്ധിച്ച് ഒരുപാട് വിമർശനം വരുന്നുണ്ടല്ലോ. ഏത് ഭാഗത്ത് ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും നമ്മുടേതുപോലുള്ള ജനാധിപത്യ വ്യവസ്ഥയിൽ കൂടുതൽ വിമർശനം വരും, അഭിപ്രായങ്ങൾ വരും, പരിഹാസം വരും. നമ്മൾ അതിന് മുമ്പ് ചൂളിക്കൂടാ. ഈ അഭിപ്രായങ്ങൾ പറയുന്നതിനെ കുറേ കൂടി ധീരമായിട്ട് അതിനെ നേരിടുകയും, ഞാൻ ധീരമായി വെച്ചാൽ ചിലപ്പോൾ അതിന് വലിയ അർത്ഥം ഉണ്ടാവില്ല. 2 ദിവസം കഴിയുമ്പോൾ അത് താനേ കെട്ടടങ്ങുന്നതായിരിക്കും. പക്ഷേ ആദ്യം ഇത് വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചൂളിപ്പോകുകയാണ്, പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കിതൊന്നും നേരിടാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് നമ്മുടെ ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞാലും അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. എനിക്ക് തോന്നുന്നത് അത് ആ ഒരു തലം ഇപ്പോഴത്തെ സംഭവവികാസങ്ങളുമായിട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേരെ ആരോപണം വന്നപ്പോൾ ഇല്ലാത്ത രീതിയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഭയാശങ്കകൾക്ക് കാരണം നമ്മൾ ഭരണ വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ മന്ത്രിമാരിയ്ക്കുമ്പോൾ അവരുമായി ചേർന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്നതിൽ അവസാനം കോടതി ഉദ്യോഗസ്ഥന്മാർ ഇതിൽ നിരപരാധികളാണെന്ന് പലപ്പോഴും പറയാറുമുണ്ട്. പക്ഷെ അതിനു മുമ്പേ ഈ ആരോപണങ്ങൾ വരുമ്പോൾ അത് തങ്ങളുടെ വ്യക്തിത്വത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നു. അങ്ങനെ ബാധിക്കുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരിക്കുമ്പോൾ അത് ഏത് മേഖലയിലായാലും വേണ്ടില്ല, അവിടെ ഇരിക്കുമ്പോൾ ഈ റിസ്ക് ഫാക്ടർ ഇല്ലാതെ, ഇനി ഞാൻ ഏതെങ്കിലും വ്യക്തി എടുത്തല്ല പറയുന്നത്, ഏത് വ്യക്തിക്കും ഈ റിസ്ക് ഫാക്ടർ, കാരണം നമ്മൾ കുറേ കൂടി ഈ വിവര അവകാശത്തിൻ്റെ വലിയ വെളിച്ചത്തിലാണ് നിൽക്കുന്നത്, വെള്ളി വെളിച്ചത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിമർശനങ്ങൾ വരാം. ആ വിമർശനങ്ങളെ പേടിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായാലും ജഡ്ജിമാരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും അവരിതിനെക്കുറിച്ച് വലിയ തോതിൽ ഭയാശങ്കപ്പെടുകയും അതിനെ പർവ്വതീകരിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ആവശ്യമാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. റൈറ്റ്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ ജനങ്ങളുടെ ഏതെങ്കിലും ആവശ്യത്തെ ചൊല്ലിയല്ല, അല്ലെങ്കിൽ ഭരണം വൃത്തിയായി നടക്കുന്നില്ല, കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചല്ല IAS അസോസിയേഷൻ കൂട്ടാവധിയെടുക്കും എന്ന് ഭീഷണി മുഴക്കുന്നത്. അതിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ, ആ അസോസിയേഷൻ ഭാരവാഹിത്വമുള്ള ആളുകൾക്കെതിരെ കൂടി വിജിലൻസിൻ്റെ അന്വേഷണം വരുന്നു, ആരോപണങ്ങൾ ഉണ്ടാകുന്നു, നിയമ നടപടികൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർ സമ്മർദ്ദതന്ത്രവുമായി രംഗത്ത് വരുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനായത്ത രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ പാകത്തിലേക്ക് നമ്മുടെ ബ്യൂറോക്രസി വളർന്നു വരുന്നതിൻ്റെ കൂടി ഉദാഹരണമായി നമ്മളിതിനെ കാണണ്ടേ?
അല്ല, ഞാൻ ബ്യൂറോക്രസിയെ എല്ലാം ന്യായീകരിക്കുമൊന്നുമല്ല. പക്ഷേ നേരത്തെ ബഹുമാന്യ ശ്രീ രാജേന്ദ്രൻ നായർ അഡ്വക്കേറ്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു 7 മാസമായിട്ട് അഴിമതിക്കെതിരെ ഒരു വലിയ പോരാട്ടവുമായി ഒരു സർക്കാരിഞ്ഞ് വന്നിരിക്കുന്നുവെന്നും അതിനു മുമ്പ് മൊത്തം ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും എല്ലാം കൂടെ കൂട്ടുകച്ചവടമായിട്ട് പോകുമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഈ 7 മാസത്തിനിടയ്ക്കാണ് ഇപ്പോൾ 2 മന്ത്രിമാർ പെട്ടിരിക്കുന്നത്, 3ാമത്തെ മന്ത്രി പെടാനും പോകുന്നത്. അതാരും വിജിലൻസ് കണ്ടുപിടിച്ചതുമല്ല, പിണറായി വിജയൻ കണ്ടുപിടിച്ചതുമല്ല, അത് പ്രതിപക്ഷം കണ്ടുപിടിച്ചതും മാധ്യമങ്ങൾ കൊണ്ടുവന്നതും അല്ലാതെ പുറത്തു വന്നിട്ടുള്ളതുമായ കഥകളുടെ പേരിലാണ്. അപ്പോൾ ഈ അഴിമതിയെക്കുറിച്ചുള്ള ഒരു വല്ലാത്ത തെറ്റിദ്ധാരണ അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ടോ? പക്ഷേ ശ്രീ ജോസഫ് വാഴക്കൻ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ അവിടെ ത്വരിതാന്വേഷണത്തിന് ഉത്തരവിടുന്നു. ത്വരിതാന്വേഷണം കഴിഞ്ഞ് ഒരല്പം വൈകിയാണെങ്കിലും FIR ഇട്ട് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. ആരോപണ വിധേയനായ ഒരു മന്ത്രിയെങ്കിലും രാജിവെക്കുന്നു. ഇങ്ങനെ ചില വ്യത്യാസങ്ങളില്ലേ? അന്നത്തെ കാലത്തും അതുപോലെയൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ആകെ രാജിവെക്കാത്ത ഒറ്റ മന്ത്രിയുള്ള FIR ഇട്ടിട്ട് ശ്രീ KM മാണി മാത്രം. ബാക്കിയുള്ള ഏത് മന്ത്രിമാരും FIR ഇട്ടാൽ രാജിവെക്കും. ഇത് FIR വിട്ട് പ്രതിക്കൂട്ടിൽ കൈയും കെട്ടി നിൽക്കുന്ന കൊലക്കേസിലെ പ്രതി മന്ത്രിയായിട്ടിരിക്കുക ഇവിടെ. അപ്പോൾ പിന്നെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് പറയരുതെന്ന് ഞാൻ പറഞ്ഞത്. FIR ഇട്ടത് മാത്രമല്ല, കുറ്റപത്രം സമർപ്പിച്ച് FIR ഇട്ട് കഴിഞ്ഞിട്ടാണ് അന്വേഷിക്കുന്നത്. അത് കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ച് പ്രതിയായി കൈ കെട്ടി നിൽക്കുന്ന ആളുണ്ട് നമ്മുടെ മന്ത്രിസഭയിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് മഹത്വമാണ്, പണ്ടൊക്കെ ഇത് എല്ലാം മോശമാണെന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റിലുണ്ടായിരുന്ന അതേ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇപ്പോൾ പിരിക്കുന്നു. എല്ലാം കീ പോസ്റ്റുകളിൽ ഫിനാൻസ് സെക്രട്ടറിക്ക് അതേ പോസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ കീ പോസ്റ്റുകളിൽ ഓരോരുത്തരിയ്ക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരിയ്ക്കുന്നു. അവരെല്ലാം അഴിമതിക്കാരും മോശക്കാരുമാണ് എന്നുള്ള ഒരു ധാരണ എനിക്കില്ല. അവരെല്ലാം മോശക്കാരാണ്, അവരെല്ലാവരും അഴിമതിക്കാരാണ്, അവരെല്ലാം അഴിമതിക്ക് കഴിഞ്ഞ കാലത്ത് കൂട്ടുനിൽക്കുകയായിരുന്നു. ഇത്തവണ അവരെല്ലാം കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവരെ വിജിലൻസ് ഡയറക്ടറെ കൊണ്ട് മുഴുവൻ ആളുകളെ ബുക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ. ശ്രീ ജോസഫ് വാഴക്കൻ അവിടെ പ്രശ്നം അത് തന്നെയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ആ ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷത്തിനും ഈ കേസുകളോ ആരോപണങ്ങളോ നേരിടേണ്ടി വരുന്നില്ല. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത്. അങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ ആ ചുരുക്കം ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആരോപണം നേരിടേണ്ടി വരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ? ചുരുക്കമല്ലല്ലോ. IAS തന്നെ എത്രയോ പേര്, IPS എത്രയോ ആളുകൾ, അതിനകത്ത് പിന്നെ കുഴപ്പക്കാരുള്ളവരും ഇല്ലാത്തവരും. ഇപ്പോൾ ശങ്കർ റെഡ്ഡിക്കെതിരെ ഉണ്ടാകുന്നുണ്ട്, ടോം ജോസിനെതിരെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ ശ്രീലയ്ക്കെതിരെ വരുന്നുണ്ട്, അതുപോലെ പിന്നെ KM അബ്രാഹത്തിനെതിരെ വരുന്നുണ്ട്, അതുപോലെ ഇപ്പം പോൾ ആന്റണിക്കെതിരെ വന്നിട്ടുണ്ട്. ഇത് ഇത്രയൊന്നുമല്ല, ഇതുപോലെ നിരവധി ആളുകളുടെ പേരിലുണ്ട്. അത് ശരി, പക്ഷേ ഇതൊക്കെ കറക്റ്റ്. അഴിമതി കളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ആരെയും ന്യായീകരിക്കില്ല. അഴിമതിക്കാരൊക്കെ ഉണ്ടാകാം. അതിന് ഓരോന്നിനെയും കൃത്യമായി അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് ബുക്ക് ചെയ്ത് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം. ഞാൻ പറയുന്നത് ഈ പരാതിക്കാരെ ഇപ്പം ചാക്ക രാധാകൃഷ്ണൻ ഒരു പരാതിക്കാരനാണ്, ഒരുപാട് കേസുള്ള ഒരാൾ. പായിച്ചറ നവാസ് വേറൊരു പരാതിക്കാരൻ. ഈ തരത്തിലുള്ള പരാതിക്കാരെ കൊണ്ട് കേസുകൾ മനഃപൂർവ്വമായി എഴുതി വാങ്ങിയതിന് ശേഷം അന്വേഷണങ്ങൾ നടത്തി ആളുകളെ വഷളാക്കുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പരാതി. ഞാനിത് കൃത്യമായി പഠിച്ചില്ല. ഞാൻ ഏതെങ്കിലും അഴിമതിക്കാരനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വർത്തമാനം പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് പരാതി ആര് കൊടുക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ഒരു ആ ആരോപണത്തിന്റെ വസ്തുനിഷ്ഠതയെ നിശ്ചയിക്കാനാവുക? ഇതിപ്പോ കഴിഞ്ഞ ദിവസം മേഴ്സിക്കുട്ടി അമ്മയുടെ കാര്യം സംസാരിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെയാണ്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് അന്ന് ത്വരിതാന്വേഷണം ആവശ്യപ്പെട്ട് കത്തുകൊടുത്ത് പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോൾ VD സതീശനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായം. ഏതാണ്ട് അതേ ന്യായമാണ്. പരാതി ആര് കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്കൊരു ആരോപണത്തിന്റെ നിജസ്ഥിതിയോ അല്ലെങ്കിൽ കേസിന്റെ ഗൗരവത്തെയോ നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാം, നിലവിൽ വിജിലൻസ് അന്വേഷിച്ച് അതല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് ആ അന്വേഷണത്തിൽ നിന്നും അവർ കുറ്റവിമുക്തരാക്കി മാറ്റിവെച്ചിരിക്കുന്ന ആളുകളെ വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിൻ്റെയോ അതല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെയോ പേരിൽ ഈ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഥിരം ബിസിനസ്സാക്കി നടത്തിയിരിക്കുന്ന ആളുകളുണ്ട്, പരാതിക്കാർ, സ്ഥിര വ്യവഹാരികളുണ്ട്, പല താല്പര്യങ്ങളുണ്ട്. അത്തരം ആളുകളെ കൊണ്ട് പരാതി എഴുതി വാങ്ങിച്ച് കയ്യിൽ വാങ്ങിച്ചിട്ട് അന്വേഷണത്തിന് ഉത്തരവിടുക, അത് അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഗവൺമെൻറ് ചെയ്യേണ്ടത് തന്നെ ഈ രീതിയിലുള്ള പരാതിക്കാരെ കൊണ്ട് മനഃപൂർവ്വമായി ആരെയെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ക്രൂട്ടനി വേണം. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു ഡയറക്ടറാക്കി വെച്ച പിന്നെ അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ അധികാരമല്ല കൊടുക്കേണ്ടത്. എന്തെങ്കിലും വ്യക്തിപരമായ ടോം ജോസിനെതിരായ ആരോപണമെങ്കിലും കുറഞ്ഞത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2 ചീഫ് സെക്രട്ടറിമാർ പരിശോധിച്ചതാണ്.
അന്ന് പുറത്തുനിന്ന് ആരും കൊടുത്ത പരാതിയായിരുന്നില്ല. ആ പരിശോധന തൃപ്തികരമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് പുറത്തുനിന്നൊരാൾ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പല അല്പം വിജിലൻസ് ഡയറക്ടറുടെ കാര്യം പറഞ്ഞു. വിജിലൻസ് ഡയറക്ടറുടെ കാര്യത്തിലും അതുപോലൊരു അന്വേഷണം നടത്തിയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചതാണ്. സ്വാഭാവികമായിട്ടും അതിന്മേൽ വേറൊരു പരാതി വന്നു കഴിയുമ്പോൾ ഗവൺമെൻറ് അതിനകത്ത് പിന്നെ കക്ഷി പിടിക്കാനോ AGയെ രംഗത്തിറക്കാനോ അതിന് അഫിഡവിറ്റ് കൊടുക്കാനോ പോകണ്ട. അതിന് അന്വേഷിക്കാൻ വേറൊരു ഏജൻസിയല്ലേ വെക്കേണ്ടത്. വെക്കേണ്ടത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഈ IASകാർക്കൊക്കെ തെറ്റിദ്ധാരണകൾ വരാൻ കാരണം അതാണ്. ചില ആളുകളെ സംരക്ഷിക്കാൻ നോക്കുന്നു, ചില ആളുകളെ ക്രൂശിക്കാൻ ഗവൺമെൻറ് കൂട്ടു നിൽക്കുന്നു എന്നൊരു തോന്നൽ വരുന്നു. എനിക്കിത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. രാജേന്ദ്രൻ നായർ ഇവിടെ പറയുന്നത് പോലെ തെരഞ്ഞു പിടിച്ചുള്ള ചില നീക്കങ്ങൾ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ചില കേസുകളെങ്കിലും കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ ആരോപണ വിധേയം അല്ലെങ്കിൽ ആരോപണങ്ങൾ സത്യമാണോ തെറ്റാണോ എന്ന് തെളിയിക്കാൻ പാകത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുകയും അതുവഴി ഉദ്യോഗസ്ഥ സംവിധാനത്തിനാകെ ജനങ്ങൾക്കാകെ ഒരു കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് അഴിമതിക്കെതിരെ നീക്കം നടത്തുകയും ചെയ്യുക എന്നതല്ലേ യഥാർത്ഥത്തിൽ വിജിലൻസ് ചെയ്യേണ്ടത്? ഞാൻ ഇപ്പോഴത്തെ നിലയിൽ മനസ്സിലാക്കുന്നിടത്തോളം വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ്. കാരണം മന്ത്രിമാർക്കെതിരായിട്ട് ഇപ്പോൾ അന്വേഷണം വന്നല്ലോ. ഒരു മന്ത്രി രാജിവെച്ച മന്ത്രിക്കെതിരായിട്ട് FIR ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജിവെക്കാത്ത മെഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായിട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്നു. മന്ത്രിസഭയിലിരിക്കുന്ന MM മണിക്കെതിരായിട്ട് അത് വിജിലൻസ് അല്ല, മറ്റ് നടപടികൾ നടക്കുന്നു. ഇതൊക്കെ സ്വതന്ത്രമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മണി രാജിവെക്കണോ അല്ലെങ്കിൽ അതൊന്നും എൻ്റെ വിഷയമല്ല. അവിടുത്തെ അതല്ല എൻ്റെ വിഷയം. അതല്ല, ഐ ആം നോട്ട് കൺസേൺഡ് അബൌട്ട് ദി മൊറാലിറ്റി ഓർ ദി പൊളിറ്റിക്കൽ വിസ്ഡം ഓഫ് ദി ഗവൺമെൻറ്. ഞാൻ പറയുന്നത് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിനെ എതിർക്കുന്ന പ്രതികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും എതിർക്കുന്ന രാഷ്ട്രീയക്കാരുടെയും അഭിപ്രായം. എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്നത് വിജിലൻസ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണം. വിജിലൻസ് ഷുഡ് നോട്ട് ടേക്ക് ഓർഡേഴ്സ് ഫ്രം ദി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓർ ദി ചീഫ് മിനിസ്റ്റർ. വിജിലൻസ് സ്വതന്ത്ര ഇവിടെ ഹൈക്കോടതി ഒരു വിധി തന്നെ പറഞ്ഞു, ജഡ്ജി ഒബ്സർവ് ചെയ്തു, ഈ വിജിലൻസിനെ സ്വതന്ത്രമാക്കണം. ഇവിടുത്തെ പ്രകടന പത്രികയിൽ ഒരു സെൻറ്റൻസ് 165 പാരഗ്രാഫോ മറ്റോ, പേജ് 165 നോക്കണം, പറഞ്ഞിട്ടുണ്ട് വിജിലൻസിനെ സ്വതന്ത്ര ഏജൻസി ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് സ്വതന്ത്ര ഏജൻസിയാക്കി നിയമം നിർമ്മിച്ച് കാണില്ല, പിന്നെ ലോകായുക്തയ്ക്ക് നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ഈ ഗവൺമെൻറ് അഴിമതി രഹിത കേരളം സ്ഥാപിക്കാൻ പോകുന്ന നടപടികളിലേക്ക് സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ എല്ലാ അന്വേഷണങ്ങളെയും സ്വതന്ത്രമായി നടത്തുന്ന അന്വേഷണങ്ങളാണെന്നുള്ള ധാരണയിൽ തന്നെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. ശ്രീ എം വിജയനുണ്ണി, IAS ഉദ്യോഗസ്ഥർ അവരുടെ പ്രത്യക്ഷ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. ചട്ടപ്പടി രീതിയിലേക്ക് നീങ്ങിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അവർക്ക് സാധിക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഏത് ഗവൺമെൻറ് ആയാലും അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു മാൻഡേറ്റ് ഉണ്ട്, അവരൊരു കാലാവധിയുണ്ട്. അപ്പോൾ ഈ കാലത്തിനിടയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് അവർ ഉദ്ദേശിക്കുന്ന പദ്ധതികളും വികസന പരിപാടികളും എല്ലാം നടപ്പിലാക്കണമെങ്കിൽ അത് നല്ല ഉയർന്ന ആത്മവീര്യമുള്ള ഒരു ഭരണയന്ത്രം അവരുടെ കൈ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. അത് വളരെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾക്കെല്ലാം അറിയാവുന്നതാണ്. മുഖ്യമന്ത്രിമാരുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടും ഒക്കെ വരുന്ന നേതാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ടതാണ്, അവർക്ക് അറിയേണ്ടതുമാണ്, അറിയുന്നതുമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യകാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് അതിൽ കഴമ്പുള്ളതാണെങ്കിൽ അത് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള പരിഹാര നടപടികൾ അപ്പോൾ സ്വീകരിക്കുകയും അതനുസരിച്ച് ഭാവിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ പിന്നെ നേരത്തെ ഒരു അഭിപ്രായം വരികയുണ്ടായി, അതായത് ഇത് ഇങ്ങനെയൊക്കെയുള്ള ദുഷ്പേര് വരുന്ന സമയത്ത് അതിനെ മിണ്ടാതെ ഫേസ് ചെയ്യണ. ഇതൊക്കെ പ്രായോഗികമായിട്ട് നടപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ നടക്കുകയുള്ളൂ. നമ്മളെ ബാധിക്കാത്ത സമയത്ത് അത് പലതരം തത്വങ്ങൾ പ്രസംഗിക്കുകയും നമ്മളെ ബാധിക്കുന്ന സമയത്ത് അത് മറ്റൊരു തരത്തിൽ പറയുകയും
അതുപോലെ ഈ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെ ഓരോരുത്തരും അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു തരത്തിൽ അഭിപ്രായം പറയുകയും അധികാരത്തിൽ നിന്ന് പോയി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് മറ്റൊരു തരത്തിലുള്ള അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടെന്ന് അത് ആണ് ഇവിടെ ഒഴിവാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് CP നാരായണനിലേക്ക്. അവസാനമായി CP നാരായണൻ, ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അഴിമതി ആരോപണങ്ങൾ, കാര്യക്ഷമമായ അന്വേഷണം നടക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും സാധ്യമല്ല. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഭംഗിയായി പ്രവർത്തിക്കാൻ പാകത്തിൽ ഉള്ള ഒരു അവസ്ഥ സംജാതമാകുകയും വേണം. ഈ രണ്ട് ദൗത്യങ്ങളുണ്ട് സർക്കാരിന് മുന്നിൽ. അവിടെ ഒരു മെല്ലെപ്പോക്കിന് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ അത് ആത്യന്തികമായി സർക്കാരിനെ തന്നെയല്ലേ ബാധിക്കുക? അല്ല, അത് ഈ നമ്മുടെ ഒരു സംവിധാനത്തിൽ ഇന്ത്യയിലെ ഈ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സംവിധാനമാണ്. അപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം പുതുതായിട്ട് നിയമിക്കപ്പെടും. ആ പ്രസിഡന്റ് പോകുമ്പോൾ അവരെല്ലാം പുറത്തു പോകണം. ഇതല്ല. അപ്പോൾ അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ അവർക്ക് സ്ഥിരമായി ഈ സ്റ്റേറ്റ് ഭരണകൂടത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക്, ഭരണകൂടത്തിലെ സ്ഥിരമായ വിഭാഗമെന്ന നിലയ്ക്ക് അവർക്ക് ജനങ്ങളോടൊരു കടമയുണ്ട്. നിലവിലിരിക്കുന്ന ഏത് പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഗവൺമെൻറ് ആയാലും വേണ്ടില്ല, അവരിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാനോ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചെടുക്കാനോ വേണ്ടി ഉള്ള ഒരു സമരത്തിൽ അവർ ഏർപ്പെട്ടാൽ ഈ ഭരണ സംവിധാനത്തിനായിരിക്കും തകരാറ്. അത് ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രയാസം നേരിടുക. ശ്രീ വിജയനുണ്ണി പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ മന്ത്രിമാർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് തീരുമാനമെടുത്താൽ ഇത് നടപ്പാക്കേണ്ടത് സെക്രട്ടറിമാരുടെ തുടങ്ങുന്ന ഭരണ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. പരസ്പരം വിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആണ് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സമരരൂപത്തിൽ, ഈ സമരരൂപത്തിന് പോകുന്നതിന് മുമ്പേ അവർ മുഖ്യമന്ത്രിയായിട്ടും മറ്റ് മന്ത്രിമാരുമായിട്ടും മുഖ്യമന്ത്രിയായിട്ട് ചർച്ചയ്ക്ക് പോയി. ചർച്ചയ്ക്ക് അവരെ ഈ സമരത്തിന് നോട്ടീസ് കൊടുത്ത് സാധാരണ തൊഴിലാളികളോ മറ്റുള്ളവരോ ചെയ്യുന്നത് പോലെ അവർ സമരത്തിന് നോട്ടീസും കൊടുത്താണോ അവർ പോകേണ്ടിയിരുന്നത്? അതോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉത്കണ്ഠയുണ്ട്? ശ്രീ വിജയനുണ്ണി അത് ഭംഗിയായി അവതരിപ്പിച്ചു. ആ ഉത്കണ്ഠ ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ശ്രദ്ധിക്കേണ്ടതാണ്. അത് അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഈ ഉത്കണ്ഠ, ഈ രൂപത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കുകയല്ലേ വേണ്ടിയിരുന്നത്. അതിന് പകരം മറ്റെല്ലാ വിഭാഗവും ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രത്യക്ഷ സമരമാർഗം നമ്മുടെ സീനിയർ IASകാർ അംഗീകരിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. റൈറ്റ്. ഈ ഉണ്ടാകുന്ന ചില പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ പരിഹരിക്കാൻ, ഭരണകൂടത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ട്. അത് അവർ ആരായേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് അവരാവർത്തിക്കില്ല എന്നുള്ളതാണ് അവരുടെ. നിങ്ങൾ നേരത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യം നിങ്ങൾ പറഞ്ഞ IAS അസോസിയേഷൻ അവർ പറഞ്ഞു, പ്രസ്താവന ഇറക്കി, ഇതിനെ വേറെ തരത്തിൽ കാണരുതെന്ന്. നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. റൈറ്റ്. വളരെ നന്ദി ശ്രീ CP നാരായണൻ. ഒപ്പം ജോസഫ് വാഴക്കൻ, M വിജയനുണ്ണി, അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ ഈ ചർച്ചയിൽ പങ്കെടുത്ത്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പോളിമിക്സ് കാണാം. നമസ്കാരം.